ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ കോഴിക്കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലോട്ട് നന്നായി ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള എല്ലാം നന്നായി വാടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടെ ചേർത്ത് കുറച്ച് നേരം നന്നായി ഒന്ന് ഇളക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളിയെല്ലാം നന്നായി വെന്ത് വരുമ്പോൾ അതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് നന്നായി ഇളക്കിയിട്ട് നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ അരി 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ്. അപ്പോൾ നന്നായി കഴുകി കുതിർത്ത അരിയാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതേ പാത്രത്തിൽ നമ്മൾ ഒരു 2.5 പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് തിള വരുന്ന സമയത്ത് അരി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് നമ്മളിതിൽ ഇപ്പം ഇടുന്നില്ല. ഉപ്പ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്ന് അരിയെല്ലാം നന്നായി വെന്ത് വരുന്ന സമയത്താണ് ഉപ്പ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലോട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ചേർത്ത് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യൂടെ ഒഴിച്ച് കൊടുത്ത് വെള്ളമെല്ലാം നന്നായി വറ്റിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള തേങ്ങാച്ചോറ് റെഡിയായി കിട്ടി. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.